Dear students, welcome to International Business. We are discussing about Uruguay round. What is the role of Uruguay round in the international business? Uruguay round is the round of discussion held in GATT, which contributed for the development of WTO. As part of Uruguay round, there are so many reforms in the international trade. Let us discuss some more points. Liberalization of trade in manufacture. As all of you know, as per GATT, the transfer of goods, international transfer of goods were permitted. But when it is converted to WTO, the service sector and other areas were also included. Uruguay round, the manufacturing sector were also have so many changes. That is, the tariff, the tax, as well as other restrictions by the countries are very high. For existing ആയിട്ടുള്ള മാനുഫാക്ചറിങ് സെക്ടറിൽ അത് ഇന്റർനാഷണൽ എക്സ്പോർട്ട് പെർമിറ്റഡ് ആണെങ്കിലും അവിടെ സാധനങ്ങൾ ഈ മറ്റു രാജ്യങ്ങളിലേക്ക് വിപണനം ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ റിഡക്ഷൻ ഓഫ് താരിഫ് ഇതാണ് നികുതികൾ കുറയ്ക്കുക. അതേപോലെ തന്നെ ആൻഡ് ഫേസിങ് ഔട്ട് ഓഫ് നോൺ താരിഫ് ബാരിയേഴ്സ്, നോൺ താരിഫ് നേരിട്ടുള്ളതല്ലാത്ത നികുതികൾ അത് കുറയ്ക്കുക. അപ്പം മാനുഫാക്ചറിങ് സെക്ടറിൽ ഓൾറെഡി ദർ ഈസ് പെർമിഷൻ, ബട്ട് റിഡക്ഷൻ ഓഫ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. അപ്പോൾ താരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നികുതികൾ, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി എല്ലാം. അപ്പം ദ WTO ഡിമാൻഡ്സ് ദ എക്സ്പാൻഷൻ ഓഫ് താരിഫ് ബൈൻഡിങ്സ്, അതായത് താരിഫ് ബൈൻഡിങ്സ് എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടണം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും താരിഫ് കുറയ്ക്കുന്നതിൽ അതിൻ്റെ റെസ്പോൺസിബിൾ ആവുക. റിഡക്ഷൻ ഓഫ് താരിഫ് റേറ്റ്, ഇപ്പോൾ ഉള്ള നികുതികൾ വ്യാപകമായി കുറയ്ക്കുക. ഓൾ ദ കൺട്രീസ് ഹാവ് ടു റെഡ്യൂസ് ദ താരിഫ് റേറ്റ് ടു പ്രൊമോട്ട് ദ ഇന്റർനാഷണൽ ട്രേഡ്. എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടി ഫ്രീ ആക്സസ്, നികുതിയില്ലാത്ത സമ്പദ് വ്യവസ്ഥകൾ ഉണ്ടാക്കുക, ഡ്യൂട്ടി ഫ്രീ ആക്കുക. അപ്പം ഡെവലപ്പിംഗ് കൺട്രീസ് അവർ അത് അംഗീകരിച്ചു. എന്താ കാരണം? ദേ വാണ്ട് ടു get better quality products from the developed nation. ഇന്ത്യയിൽ ഓൾറെഡി 40% മുകളിലായിരുന്ന നികുതി അത് 40% ലിമിറ്റ് ചെയ്യാനും മറ്റു മേഖലകളിൽ 25% കുറയ്ക്കുവാനും ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, 95 കാര്യമാണ് അന്ന് തീരുമാനിച്ചത്. അപ്പോൾ അന്ന് 100-200% നികുതി ഉണ്ടായിരുന്ന പല പ്രോഡക്ട്സും ഉണ്ട്. അത് മാക്സിമം 40%ലേക്കും ബാക്കിയുള്ളത് 25%ലേക്ക് ലിമിറ്റ് ചെയ്യാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തീരുമാനിച്ചു. അപ്പം അവിടെ താരിഫ് ബാരിയേഴ്സ്, നികുതി അത് കുറയ്ക്കാൻ എല്ലാ രാജ്യങ്ങളോടും നിർബന്ധിച്ചു. എല്ലാ രാജ്യങ്ങളും ഈ താരിഫ് ബാരിയേഴ്സ് കുറയ്ക്കണം എന്നുള്ള ഡെഫിനിഷനകത്തേക്ക് വന്നു. ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അത് കുറച്ചു. പിന്നെ നോൺ താരിഫ് ബാരിയേഴ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നോൺ താരിഫ് ബാരിയേഴ്സ് ആർ എ കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻ ഫോർ ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ടു എ കൺട്രി. അപ്പോൾ വളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻസ്, അതായത് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പലതരം കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അഗ്രിമെന്റുകളും, അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിൽ ഒരു പ്രപ്പോർഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ശ്രീലങ്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇത്ര ടൈം മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തരം റെസ്ട്രിക്ഷൻസും അത് എടുത്തു കളയണം. ഫേസ് ഔട്ട് മൾട്ടി ഫൈബർ അറേഞ്ച്മെന്റ്സ് ബൈ എൻഡ് ഓഫ് 2004, 2004 ആകുമ്പോഴത്തേക്ക് നോൺ താരിഫ് ബാരിയേഴ്സ് എല്ലാം കുറയ്ക്കണം എന്നുള്ളത് ഇതിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു റെക്കമെൻഡേഷനായി. ദെൻ ലിബറലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ട്രേഡ്. നമുക്കറിയാം 95 WTO വന്നതിന് ശേഷമാണ് അഗ്രികൾച്ചർ ഇതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നത്. സോ അഗ്രികൾച്ചർ ഈസ് എ വെരി പ്രൊട്ടക്റ്റഡ് ഏരിയ ബിക്കോസ് all the developing countries are having shortage of foods. They wants to maintain the agricultural production to the maximum. So the governments are giving so many subsidies to the farmers for maximum production, for protecting their local agriculture. So agricultural import and export was also brought under the definition of WTO after the Uruguay round. There are so many rules and regulations. There are so many specific framework for multilateral trade in agriculture. അപ്പോൾ മൾട്ടിലാറ്ററൽ മീൻസ് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് മൾട്ടിലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ്. അപ്പം അഗ്രിമെന്റ് ഓൺ
അഗ്രികൾച്ചർ AOA എന്ന പേരിൽ ഒരു പുതിയ അഗ്രിമെന്റ് ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്ക്ലൂസീവ്ലി ഫോർ ഡീലിംഗ് വിത്ത് ദ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പൊ അതിനകത്ത് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മാർക്കറ്റ് ആക്സസ്. ദാറ്റ് മീൻസ് all the member countries have to withdraw the restrictions regarding market access. മാർക്കറ്റ് ആക്സസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു കളയണം. ഡിസിപ്ലിൻ ഓൺ ഇമ്പോർട്ട് റെസ്ട്രെയിൻസ് ആൻഡ് ലിമിറ്റേഷൻ. ഇമ്പോർട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു കളയുക. അപ്പം പ്രൊവൈഡിങ് മാർക്കറ്റ് ആക്സസ് ടു അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഫോർ എക്സാമ്പിൾ ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, വീറ്റ്, ഇതൊക്കെ അതിനകത്ത് വരും. മാർക്കറ്റ്. 2, ഡൊമസ്റ്റിക് സപ്പോർട്ട്. ടു റാഷണലൈസ് ദ സപ്പോർട്ട് അലൗഡ് ബൈ ദ ഗവൺമെന്റ് ടു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് എലിമിനേറ്റ് ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് സപ്പോർട്ട്. അപ്പോൾ സപ്പോർട്ട് ഗിവൺ ബൈ ഗവൺമെന്റ് ടു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസർ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ ഗോതമ്പ് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നു, അവർക്ക് ഫ്രീ ആയ നിരക്കിൽ വളം കൊടുക്കുന്നു, അവർക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അത് റാഷണലൈസ് ചെയ്യണം. അതെന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം, അത് റെസ്ട്രിക്ട് ചെയ്യണം. അപ്പോൾ റാഷണലൈസ് ദ സപ്പോർട്ട് അലൗഡ് ബൈ ദ ഗവൺമെന്റ് ടു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് എലിമിനേറ്റ് ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് സപ്പോർട്ട്. വ്യാപാരം തടസ്സപ്പെടുത്തുന്ന സപ്പോർട്ട്, കർഷകർക്കും മറ്റും കൊടുക്കുന്ന സപ്പോർട്ട് പിൻവലിക്കണം. അപ്പം എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്ന് വരുന്ന ഒരു കമ്പനിക്ക് ഇന്ത്യയിലെ ഒരു കർഷകനുമായിട്ട് യാതൊരു വിവേചനവും പാടില്ല. ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് ആയിട്ടുള്ള യാതൊരു സപ്പോർട്ടും ഫാമേഴ്സിന് കൊടുക്കാൻ പാടില്ല. എക്സ്പോർട്ട് സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പോർട്ടിന് കൊടുക്കുന്ന സബ്സിഡി എടുത്തു കളയുക. കൃഷി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വീറ്റും മറ്റു കാര്യങ്ങളെല്ലാം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഫാമേഴ്സിന് അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാർക്ക് നമ്മൾ സബ്സിഡി കൊടുത്തിരുന്നു. എക്സ്പോർട്ട് സബ്സിഡി പിൻവലിക്കുക. അതുകൂടാതെ സം അതർ പോയിന്റ്സ് ആർ ആൾസോ ദ താരിഫിക്കേഷൻ ആൻഡ് താരിഫ് കട്ട്സ്. താരിഫിക്കേഷൻ ആൻഡ് താരിഫ് കട്ട്സ്. Tarification means the replacement of existing non-tariff barrier on trade such as import quota by such tariffs as would provide substantially the same level of protection. നേരത്തെ നിലവിലുണ്ടായിരുന്ന നോൺ താരിഫ് ബാരിയേഴ്സിനെ മാറ്റിയിട്ട് നോൺ താരിഫ് ബാരിയേഴ്സ് പിൻവലിക്കുക, എന്നിട്ട് അതിന് നികുതി ഏർപ്പെടുത്തുക. അതാണ് താരിഫിക്കേഷൻ. സോ ഫോർ പ്രൊട്ടക്ടിങ് ദ economy, for protecting the agriculture sector, the countries have maintained some non-tariff barriers. Non-tariff barriers are to be withdrawn, are to be replaced by import quota. ആ ഇമ്പോർട്ട് കോട്ട കുറയ്ക്കുകയും ചെയ്യണം. ഇമ്പോർട്ട് കോട്ട ബൈ സച്ച് താരിഫ് വുഡ് പ്രൊവൈഡ് സബ്സ്റ്റാൻഷ്യലി ദ സെയിം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ. അപ്പം നോൺ താരിഫ് ബാരിയർ പിൻവലിച്ചിട്ട് അതിന് പകരം ഇമ്പോർട്ട് ഡ്യൂട്ടി കൊണ്ടുവരിക, താരിഫ് കൊണ്ടുവരിക, അത് കുറഞ്ഞ റേറ്റിൽ നടപ്പാക്കുക. ഇനി താരിഫ് ബൈൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സിംഗ് ദ മാക്സിമം റേറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി എബവ് വിച്ച് ദ കൺട്രി ഷാൽ നോട്ട് റേസ് ദ ഡ്യൂട്ടി യൂണിലാറ്ററലി. ഇപ്പൊ ഇന്ത്യയിലേക്ക് ഗോതമ്പ് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ 20% ടാക്സ് ഏർപ്പെടുത്താം, താരിഫ്. അതിനപ്പുറത്തേക്ക് അത് കൂട്ടാനായിട്ട് പാടില്ല. അപ്പൊ എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞു നിങ്ങൾ അഗ്രികൾച്ചറിനുള്ള നോൺ താരിഫ് ബാരിയേഴ്സ് എല്ലാം പിൻവലിക്കണം. സോ യു ഹാവ് ടു വിഡ്രോ ദ നോൺ താരിഫ് ബാരിയേഴ്സ് ആൻഡ് യു ഹാവ് ടു മേക്ക് എ tariff for import duty ഏർപ്പെടുത്തുക. Then all the countries are asked to fix a particular level of tariff above which you cannot increase it. യൂണിലാറ്ററലി ഒറ്റയ്ക്ക് അത് ഉയർത്താനായിട്ട് പാടില്ല. അപ്പോൾ താരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോൺ താരിഫ് ബാരിയേഴ്സിനെ എന്താക്കി മാറ്റി? ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട് മാറ്റി. Then it is decided to maintain a particular level of import duty which can imposed on international trade. അപ്പോൾ അതിനകത്ത് വരുന്ന 3-4 പോയിന്റ്സ് ഉണ്ട്. സബ്സിഡീസ് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വളരെ ചർച്ചയുണ്ടായ വിഷയമാണ് സബ്സിഡീസ്. സോ ഗവൺമെന്റ് ഈസ് ഗിവിംഗ് സബ്സിഡീസ് ടു പെട്രോളിയം പ്രോഡക്ട്സ്, ടു LPG, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഫെർട്ടിലൈസർ, ബാങ്ക് ലോൺ. സോ മെനി സബ്സിഡീസ് ആർ ദർ. There are so many policies regarding subsidies in relation to agriculture. Prohibited subsidy. ചില സബ്സിഡികളെ നിരോധിച്ചു. അതായത് എക്സ്പോർട്ട് പെർഫോമൻസിന് അതിന് തടസ്സമായി നിൽക്കുന്ന കുറേ തരം സബ്സിഡികൾ നിരോധിച്ചു. സോ സബ്സിഡീസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 പ്രൊഹിബിറ്റഡ് സബ്സിഡീസ്. അപ്പോൾ അത് എക്സ്പോർട്ട് പെർഫോമൻസിനെ ബാധിക്കുന്ന, അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സബ്സിഡീസ് പ്രൊഹിബിറ്റഡ് സബ്സിഡീസ് ആക്കി. ആക്ഷണബിൾ സബ്സിഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ അതർ കൺട്രീസ്.
മറ്റു രാജ്യങ്ങൾ ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് നെഗറ്റീവായി ബാധിക്കുന്നതാണെന്ന് പറയുന്നത് ആക്ഷണബിൾ സബ്സിഡീസ്. അപ്പോൾ അത് ദേ വിൽ അഫക്ട് ദ കൺട്രീസ് വിച്ച് ഇമ്പോർട്ട് ഗുഡ്സ് ടു ഇന്ത്യ. അപ്പോൾ ആക്ഷണബിൾ സബ്സിഡീസ്. നോൺ ആക്ഷണബിൾ സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന പലതരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ് റീജിയൻസിന് കൊടുക്കുന്ന സബ്സിഡീസ് ആണ് നോൺ ആക്ഷണബിൾ സബ്സിഡീസ്. അപ്പോൾ ഉറുഗ്വേ റൗണ്ട് ഗവൺമെന്റുകളുടെ മേല് ഈ തരത്തിലുള്ള ഡൊമസ്റ്റിക് സപ്പോർട്ടിന് വ്യാപകമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തി. ഓൺ ദ ബേസിസ് ഓഫ് ദ മൾട്ടിലാറ്ററൽ ട്രേഡ് ഡിസിപ്ലിൻ. സോ ദേ ഹാവ് ടു റെഡ്യൂസ് ദെയർ ഇമ്പോർട്ട് ഡ്യൂട്ടി, ദെയർ ടാക്സസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് the domestic agriculture. They have to make the agriculture as open for international competition. അപ്പം ഡെവലപ്പിംഗ് കൺട്രീസിന് അതിനകത്ത് കുറച്ച് ആനുകൂല്യങ്ങൾ ഈ സബ്സിഡീസിനകത്ത് കൊടുത്ത്, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ റേഷൻ വിതരണമൊക്കെ ഇപ്പോഴും അതുകൊണ്ടാണ് നടക്കുന്നത്. PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എക്സെപ്റ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉറുഗ്വേ റൗണ്ട് ഈസ് എ മേജർ റൗണ്ട് which contributed for the WTO. അപ്പോൾ WTO-ന്റെ ഇവല്യൂഷന്റെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ഒരു റോളാണ് ഉറുഗ്വേ റൗണ്ട്. Okay, we will discuss the details in further details in the next class. Okay, thank you.